ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ ഒരുപാട് പേര്, അതായത് നമ്മളിപ്പോൾ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി ആളുകളും പ്രഗ്നൻസി പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത 2 ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ചെയ്ത എല്ലാവർക്കും ഒരു 99% വരെ കൃത്യം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടിപ്പ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവരാണെങ്കിലും വേറെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യാത്തവരാണെങ്കിലും ഫസ്റ്റ് ടൈം പ്രഗ്നൻസി നോക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് തോന്നിയത് കേട്ടോ. ഈ ഒരു വീഡിയോ ഒരുപാട് പേരുടെ തലവരെ മാറ്റി വരച്ചിട്ടുണ്ട്. കാരണം പ്രഗ്നൻ്റ് ആവുന്നില്ല, കുട്ടികളുണ്ടാവുന്നില്ല, സൊസൈറ്റിയിൽ നിന്ന് പ്രഷർ, ഫാമിലിയിൽ നിന്ന് പ്രഷറൊക്കെ കൊണ്ട് ഒരുപാട് പേര് ദുഃഖം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഒരു വെളിച്ചം പോലെയാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഗ്രാമ്പൂ വെള്ളത്തിനെ പറ്റിയിട്ടും ഇഞ്ചി വെള്ളത്തിനെ പറ്റിയിട്ടുമാണ്. ഓൾറെഡി 2-3 വീഡിയോസ് ഈ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് ഇപ്പോഴും സംശയമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള രീതിക്ക് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഗ്രാമ്പു വെള്ളം പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി വെള്ളവും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഇഞ്ചി വെള്ളവും. ഇത് രണ്ടും എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗ്രാമ്പു വെള്ളത്തിനെ പറ്റിയിട്ടും ഇഞ്ചി വെള്ളത്തിനെ പറ്റിയിട്ടും ഒരു സംശയം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇഞ്ചി വെള്ളമാണ്. ഇഞ്ചിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത്. പീരിയഡ്സ് ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ബ്ലഡ് ഉണ്ടാകും. ഈ ബ്ലഡ് ഫുള്ളായിട്ട് ശരീരത്തിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ആ ലെഫ്റ്റ് ഓവർ ആയിട്ട് ബ്ലഡ് കിടക്കുന്നതിനും യൂട്രസ് ക്ലീൻ ആവാനായിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കാതിരിക്കുന്നതിനും ഇത് കാരണമാവുന്നു. PCOD ഉള്ളവർക്കാണെങ്കിലും ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവർക്കാണെങ്കിലും അതല്ലാതെ മറ്റു പല സ്ത്രീകൾക്കാണെങ്കിലും മിഡ് സൈക്കിൾ സ്പോട്ടിംഗ് ഉണ്ടാകുന്നത് നമ്മുടെ ലെഫ്റ്റ് ഓവർ ആയിട്ട് ബ്ലഡ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന സംശയമാണ് ഇഞ്ചി എത്ര നാൾ മുതൽ എത്ര നാൾ വരെ എടുക്കണം എന്നതിനെ പറ്റിയിട്ട്. ഇഞ്ചി വെള്ളം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണോ നിങ്ങൾക്ക് പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് തുടങ്ങുന്നത്, അതായത് പ്രോപ്പറായിട്ട് ബ്ലഡ് അല്ലെങ്കിൽ ചോര പോയി തുടങ്ങുന്നത് എപ്പോൾ മുതലാണോ ആ ദിവസത്തിൽ വേണം നിങ്ങൾ ഇഞ്ചി ഉപയോഗിച്ചിട്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ചെറുതായിട്ടൊന്ന് സ്പോട്ടിങ് വരുന്ന ദിവസത്തെ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പർ ബ്ലീഡിങ് തുടങ്ങുന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയായിരിക്കും. ആ ദിവസം മുതൽ എന്നാണോ നിങ്ങൾക്ക് പീരിയഡ്സ് തീരുന്നത് ആ ദിവസം വരെ നിങ്ങൾ ഇഞ്ചി വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എല്ലാവർക്കുമുള്ള സംശയമാണ് എത്രത്തോളം ഇഞ്ചി വെള്ളം കുടിക്കണമെന്നതിനെ പറ്റിയിട്ട്. നമുക്ക് സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരു ഇഞ്ചി കഷ്ണം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു കുറഞ്ഞൊരു പീസ്, ഇപ്പോൾ നമ്മളൊരു അളവ് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ചൂണ്ടുവിരലില്ലേ, ആ ചൂണ്ടുവിരലിൽ ആദ്യത്തെ ഒരു വര വരുന്നൊരു പോർഷനോ അല്ലെങ്കിൽ രണ്ടാമത്തെ വര വരുന്നതിന് അത്രയുള്ളൊരു പോർഷനോ ഇഞ്ചി നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ അമ്മിക്കല്ലിട്ടിട്ടോ മിക്സിയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ മിക്സിയിലിട്ടിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ക്രഷ് ചെയ്ത്, അതായത് ചതച്ചെടുത്തതിന് ശേഷം അത് വെള്ളത്തിലിട്ടിട്ട്, ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ട് തിളച്ച് വരുന്നത് വരെ നിങ്ങൾ ആ വെള്ളം അങ്ങോട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ എളുപ്പത്തിൽ പണി തീർക്കരുത്. ഇഞ്ചിയുടെ ഒരു സത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ തിളപ്പിക്കുക. ചില ആളുകൾക്ക് ഒരു ഗ്ലാസ് ഒന്നും കുടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ നിങ്ങൾ തിളപ്പിക്കുക. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടും ബെനിഫിറ്റ് ആ വെള്ളത്തിൽ കിട്ടും. ഇനി എല്ലാവരും ചോദിക്കുന്ന സംശയമാണ് ഏത് സമയത്താണ് ഇത് എടുക്കേണ്ടതെന്നതിനെ പറ്റിയിട്ട്. നമ്മളിപ്പോൾ ബാക്കിയുള്ള ഏത് വെള്ളമാണെങ്കിലും എംപ്റ്റി സ്റ്റൊമക്ക് എടുക്കുന്നത് അതിൻ്റെ ബെനിഫിറ്റ് കൂടുതലായിട്ട് ശരീരത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്ന് നമ്മുടെ വീഡിയോസിൽ തന്നെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇഞ്ചി വെള്ളം നമ്മൾ വെറും വയറ്റിലെടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഇഞ്ചി വെള്ളം എടുക്കാവുന്നതാണ്. ഇനി രാവിലത്തെ ധൃതി പണിയിൽ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് അങ്ങനെ എംപ്റ്റി സ്റ്റൊമക്കിൽ, അതായത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് എടുക്കാനായിട്ട് നേരം ഇല്ലെങ്കിൽ, കാരണം ഒരുപാട് പേര് ഓഫീസിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം, അതായത് നിങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴേക്കും അതിലൊരു എന്തെങ്കിലും ഒരു സ്നാക്സ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുടിക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ നമ്മുടെ പീരിയഡ്സ് സ്റ്റാർട്ടായ സമയം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു 15 വയസ്സോ 14 വയസ്സോ ഒക്കെ ഉള്ളപ്പോഴായിരിക്കും നമ്മുടെ ബ്ലീഡിങ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മളൊരു 20s അല്ലെങ്കിൽ 30s എത്തി നിൽക്കുകയാണെങ്കിൽ അത്രയും നാൾ വരെ നമുക്ക് ഓരോ മാസവും ബ്ലീഡിങ് വന്നിട്ടുണ്ട്. അതിൽ വന്നതിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ അവിടെ യൂട്രസിൽ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടാകും. അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. എൻ്റെ പരിചയത്തിൽ തന്നെ എനിക്കൊരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. പ്രഗ്നൻസിയുടെ യാതൊരു, അതായത് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് പ്രഗ്നൻ്റ് ആകാതിരുന്നിട്ട്
ഗർഭിണിയാകാതെ തന്നെ ഡോക്ടർ ഡിയാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഫാമിലീസിലൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ഡിയാൻസ് ചെയ്യുന്നത്, പ്രഗ്നൻ്റ് അല്ലല്ലോ, അല്ലെങ്കിൽ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ, പിന്നെ എന്തിനാണ് ഡിയാൻസ് ചെയ്യുന്നതെന്നുള്ള ഒരു സംശയം വീട്ടിൽ പല മുതിർന്നവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഡിയാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും യൂട്രസ് നല്ലതുപോലെ ക്ലീൻ ആക്കി തൊട്ടടുത്ത മാസം തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് അവർക്ക് സാധിച്ചു കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കും പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഇഞ്ചി വെള്ളത്തിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയം ഇവിടെ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തതാണ് നമ്മുടെ മെയിൻ ഡ്രിങ്ക്, ഗ്രാമ്പൂ വെള്ളം. ഇഞ്ചിയും ഗ്രാമ്പൂ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമ്പൂ വെള്ളം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് ഇഞ്ചി വെള്ളം നിർത്തുന്ന ദിവസം മുതലാണ്. ഇഞ്ചി വെള്ളം നിങ്ങളിപ്പോൾ ഇന്ന് നിർത്തുകയാണെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ഗ്രാമ്പൂ വെള്ളം എടുക്കാവുന്നതാണ്. ഗ്രാമ്പൂ എന്ന് പറയുന്നത് ഒരു സുഗന്ധ വ്യഞ്ജനത്തിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ്. ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള, അതായത് കുറേ കൂടി നല്ല ക്വാളിറ്റിയുള്ള ഒരു ഗ്രാമ്പൂ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൊരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ ഗ്രാമ്പൂവിൽ നമ്മളുടെ ശരീരത്തിലെ ഓവുലേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് ഓവുലേഷൻ കഴിഞ്ഞ്, അതായത് നമ്മുടെ പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതൽ നമുക്ക് വേണ്ട ഹോർമോൺ. FSH ഹോർമോണാണ് അണ്ടം വളരാൻ വേണ്ടിയിട്ടുള്ളൊരു സിഗ്നൽ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. FSHൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓവുലേഷൻ നടക്കുന്ന ദിവസം ഉണ്ടാവുമല്ലോ, അണ്ടം പൊട്ടുന്ന ദിവസം, അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമുക്ക് ശരീരത്തിൽ വേണ്ടത് LH ഹോർമോണാണ്, അതായത് ലൂട്ടിനൈസിങ് ഹോർമോണാണ്. ഈ ലൂട്ടിനൈസിങ് ഹോർമോണാണ് പൊട്ടിക്കോളൂ എന്ന് പറയുന്ന ഒരു സൈൻ നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അണ്ടം പൊട്ടി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ LH ഹോർമോണിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. PCOD ഉള്ള സ്ത്രീകൾക്കാണെങ്കിലും മറ്റുള്ള ഏത് തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉള്ള സ്ത്രീകൾക്കാണെങ്കിലും ഇതുപോലെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനമൊന്നും കൃത്യമായിട്ട് നടക്കാറില്ല. അങ്ങനെ നടക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് പലർക്കും കൃത്യമായിട്ട് ഓവുലേഷൻ സംഭവിക്കാത്തത്. നമ്മളിപ്പോൾ മറ്റുള്ള ഏതെങ്കിലും ഒരു മെഡിസിൻസ് കഴിച്ചിട്ട് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ LH ഹോർമോണിന്റെ പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട് HMGയോ HCGയോ ഒക്കെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ അത് വളരും. കൃത്യമായിട്ട് തന്നെ ഡോക്ടേഴ്സ് തരുന്ന മെഡിസിനിൽ അത് വളരാനായിട്ട് അത് സഹായിക്കും. പക്ഷേ കൃത്യമായിട്ട് ക്വാളിറ്റിയോട് കൂടി അത് വളരാനായിട്ട് അത് കാരണമാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ ഗ്രാമ്പൂ വെള്ളവും അതുപോലെ ഇഞ്ചി വെള്ളമൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിലൊരു കെമിക്കൽസും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇനി ഗ്രാമ്പൂ വെള്ളത്തിൽ നമുക്ക് ഒരുപാട് പേർക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള വഴി എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രാമ്പൂ വെള്ളം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും വെറും വയറ്റിലായിരിക്കണം. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അത്രയും നേരം വരെ ഫാസ്റ്റിങ്ങിൽ നിന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണമാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഡ്രിങ്ക് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിലുടനീളം കാണാനായിട്ട് സാധിക്കും. നമ്മൾ വെറും വയറ്റിൽ കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെറും വയറ്റിൽ മധുരം എടുത്ത് കഴിച്ചാലോ അതിൻ്റെ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കുമ്പോഴേക്കും ഇതുപോലെ ഹോർമോൺസിൻ്റെ പ്രവർത്തനം ഒക്കെ കൃത്യമായിട്ട് നടക്കും. ബ്ലഡ് സർക്കുലേഷനൊക്കെ കൃത്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് സഹായിക്കുന്നു. അപ്പോൾ ഈ ഗ്രാമ്പൂ വെള്ളം വെറും വയറ്റിൽ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ വെറും വയറ്റിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതല്ല നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ചധികം നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് വിശന്ന് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് എംപ്റ്റി സ്റ്റൊമക്ക് തന്നെയാണ് കേട്ടോ. രണ്ടാമത്, എത്ര ദിവസം മുതൽ എത്ര ദിവസം വരെ ഇത് എടുക്കാമെന്ന് നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഇത് എടുക്കേണ്ടത് പീരിയഡ്സ് തീരുന്ന ദിവസം എന്നാണോ, അതായത് നമുക്ക് സെക്കൻഡ് ഡേ ബ്ലീഡിങ് തുടങ്ങി, പീരിയഡ്സിൻ്റെ രണ്ടാമത്തെ ദിവസം ബ്ലീഡിങ് തുടങ്ങിയെങ്കിൽ ഒരു 5 ദിവസം നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ 5ാമത്തെ ദിവസം എന്നാണോ അതിനുശേഷം 6ാമത്തെ ദിവസം മുതൽ വേണം നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം എടുക്കാനായിട്ട്. ഇത് നമ്മൾ എടുക്കേണ്ടത് എന്നാണോ നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ദിവസം വരെ മാത്രമായിരിക്കണം. ഓവുലേഷൻ നിങ്ങൾ 14ാമത്തെ ദിവസമാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ആ ദിവസം നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം ഉപയോഗിക്കുന്നത് നിർത്തുന്നതാണ് നല്ലത്. പിന്നീട് അങ്ങോട്ടേക്ക് തുടർന്നും ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. കാരണം ഇതിലൊരു ഒരു വാമിംഗ് ആയിട്ടുള്ള ഒരു സ്പൈസ് ആണ്. ചൂട് ശരീരത്തിൽ കൂടാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നു. ഇത് നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അത്രത്തോളം ചൂടൊന്നും വേണ്ടാത്ത ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മളിത് കൂടുതലായിട്ട് എടുക്കുന്നത് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു. അപ്പോൾ ആ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഇനി എല്ലാവരും ചോദിക്കുന്നതാണ് എത്രത്തോളം ഗ്രാമ്പൂ എടുക്കണമെന്ന്. നമുക്കൊരു കയ്യിലൊരു പിഞ്ചായിട്ട് കിട്ടുന്ന അത്രയും ഇല്ല, അതായത് നമ്മളൊരു ഈ 5 വിരൽ നമ്മൾ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഗ്രാമ്പൂ നമ്മുടെ കയ്യിലോട്ട് വരില്ലേ, അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആ ഒരു കണക്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു 5-8-10 എണ്ണമെങ്കിലും നിങ്ങൾക്ക് മാക്സിമം ഒരു 5 എണ്ണം അല്ലെങ്കിൽ ഒരു 6 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ഗ്രാമ്പൂ എടുത്ത് തിളപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത്
ഏറ്റവും നല്ല ബെനിഫിറ്റ് കിട്ടാൻ ഏത് രീതിക്കാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം ഇത് കുതിർത്തി വെക്കണം. അത് കുതിർത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാമ്പൂ എടുത്തിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്യുക. കാരണം പൊടി ഉണ്ടാകും, വേറെ എന്തെങ്കിലുമൊക്കെ കാരണം അതിലുണ്ടാകും. അതുകൊണ്ട് നല്ലതുപോലെ നിങ്ങൾ ക്ലീൻ ചെയ്ത് എടുക്കുക. അതിനുശേഷം നന്നായിട്ടാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങളത് കുതിർത്തി വെക്കുക. അപ്പോൾ ആ സത്ത് മൊത്തം, ആ കുതിർന്ന് കഴിയുമ്പോൾ അതിൻ്റെ സത്ത് മൊത്തം ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവില്ലേ. ഇതേ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഗ്രാമ്പൂ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കരുത്, ലോ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങൾ തിളപ്പിക്കണം കേട്ടോ. അങ്ങനെ തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും പിന്നീട് അതിൻ്റെ കളറ് മാറാനായിട്ട് തുടങ്ങും. അതിൻ്റെ സത്ത് കൂടുതൽ ആ വെള്ളത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ബെനിഫിറ്റാണ്. ചില ആളുകൾ ഗ്രാമ്പൂ അന്നെടുത്തിട്ട് നിങ്ങൾക്ക് രാവിലെയാണ് നിങ്ങൾക്ക് ഡ്രിങ്ക് വേണ്ടതെങ്കിൽ രാവിലെ കിച്ചണിൽ കയറുമ്പോൾ ആ ഗ്രാമ്പൂ എടുത്ത് തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കാറാണ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളും ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുതിർത്തിയതിന് ശേഷം തിളപ്പിക്കുന്നതാണ്. കാരണം അത് നല്ലതുപോലെ ഒന്ന് അലുത്തു. അപ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടും അത് സഹായിക്കും കേട്ടോ. ആ രീതി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെ 5-6 ഗ്രാമ്പൂ എടുത്താൽ മതിയായിരിക്കും. അതിൽ കൂടുതൽ നിങ്ങൾ ഗ്രാമ്പൂ എടുക്കണ്ട. എത്ര നേരം ഈ വെള്ളം കുടിക്കണമെന്ന് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ദിവസം ഒരു നേരം, അതായത് നമുക്ക് വെറും വയറ്റിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് മതിയാകും. ചില ആളുകളുടെ വീട്ടിൽ ഗ്രാമ്പൂ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവരുണ്ട്. നമ്മൾ ഒരു കലം വെള്ളത്തിൽ ഗ്രാമ്പൂ ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഗ്രാമ്പൂ ഇട്ട് വെള്ളം തിളപ്പിക്കുന്ന വീടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ 1/2 ഗ്ലാസ്സോ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ തിളപ്പിച്ച് കുടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഗ്രാമ്പൂ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ശീലം നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രാമ്പൂ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് പാടില്ല കേട്ടോ. അതും ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് പേര് ചോദിക്കേണ്ട കാര്യമാണ്, ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എടുക്കുന്നുണ്ട്, അതിനോടൊപ്പം ഇതും ചെയ്യാവോ എന്നുള്ള കാര്യം. നിങ്ങൾ ഏത് തരത്തിലുള്ള മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ആയുർവേദം ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും നിങ്ങൾ ഈ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു സൈഡ് എഫക്റ്റും ഇത് എടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഏറ്റവും വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലെട്രസോളിൻ്റെയൊക്കെ മെഡിസിൻ എടുത്തിട്ട് നമ്മൾ അണ്ടം വളർത്തുമ്പോഴേക്കും അതിനോടൊപ്പം ഗ്രാമ്പൂ വെള്ളവും കൂടി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വളരുന്ന അണ്ടത്തിന് പ്രോപ്പർ ക്വാളിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. ഓവറായിട്ട് ഇപ്പോൾ ആ ലെട്രസോൾ എടുത്ത് മെഡിസിൻ എടുത്തിട്ട് അണ്ടം വളർന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് പൊട്ടുന്നൊരു കപ്പാസിറ്റിയിലോട്ട് എത്തുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് അത് പൊട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഇഞ്ചക്ഷൻ ശരീരത്തിൽ കയറ്റുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ട്രീറ്റ്മെൻറ്റും കൂടി ഒപ്പം ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇറഗുലർ പീരീഡ്സ് ആണ് നിങ്ങൾക്ക്, അപ്പോൾ എങ്ങനെ ഓവുലേഷൻ അതായത് അങ്ങനെ ഗ്രാമ്പൂ വെള്ളം കുടിക്കുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് പല മെത്തേഡ്സും ഉണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മുടെ വീഡിയോസിൽ ഓൾറെഡി സംസാരിച്ചിട്ടുമുണ്ട്. നമ്മുടെ സൈക്കിൾ ലെങ്ത് എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കുന്നവർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇറഗുലർ ബ്ലീഡിംഗ് ആണ് പോകുന്നതെങ്കിൽ, ഇറഗുലർ ബ്ലീഡിംഗ് ഉള്ളവർക്ക് എങ്ങനെ എളുപ്പത്തിൽ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാം എന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇറഗുലർ പീരീഡ്സ് ആൻഡ് ഓവുലേഷൻ ആൻഡ് ക്ലോസ് വാട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇറഗുലർ പീരീഡ്സ് ആൻഡ് ക്ലോസ് വാട്ടർ, അതായത് ഗ്രാമ്പൂ വെള്ളം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനും അതിനനുസരിച്ച് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഏകദേശം ഗ്രാമ്പൂ വെള്ളത്തിനെയും ഇഞ്ചി വെള്ളത്തിനെയും പറ്റിയിട്ടുള്ള എല്ലാ സംശയവും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ആ ഒരു കമൻറ്റും നിങ്ങൾക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. തലയും വാലും ഇല്ലാണ്ട് കമൻറ്റ് ഇടരുത് കേട്ടോ. എന്താണ് നമ്മൾ കോൺവെർസേഷൻ അവിടെ നടന്നതെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കൃത്യം നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എത്രയാണോ അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് 1-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ഫെബ്രുവരി നിങ്ങൾക്ക് 2-ാം തീയതിയാണ് പീരീഡ്സ് വന്നതെങ്കിൽ, ജനുവരി 1 മുതൽ ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി എടുത്തിട്ട് വേണം നിങ്ങൾ സൈക്കിൾ ലെങ്ത് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബ്ലീഡിങ് വന്ന ദിവസത്തെയാണ് നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കേണ്ടത്. സ്പോട്ടിങ് വന്ന ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.